പ്രത്യേക കമ്പനി നല്ലത്, ഒരു പ്രത്യേക കമ്പനി മോശം എന്ന് പറയാൻ കഴിയില്ല. അത് പറയാൻ കഴിയും, പക്ഷേ എനിക്ക് പറയാൻ കഴിയില്ല. അതാണ് ഞാൻ പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്നത് ആ കമ്പനിയുടെ ETF-ൻ്റെ പോർട്ട്ഫോളിയോ എടുത്ത് നോക്കിയാൽ അത് വളരെ വലുതാണെങ്കിൽ, അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനർത്ഥം കൂടുതൽ പേർ അതിനെ ആശ്രയിക്കുന്നു. അതായത് അതിൻ്റെ വിശ്വാസ്യത വളരെ കൂടുന്നു. രണ്ടാമത്, ട്രേഡിംഗ് വോള്യം. ഒരു ദിവസം എത്ര രൂപയുടെ കച്ചവടം ആ പ്ലാറ്റ്ഫോമിൽ കൂടി നടക്കുന്നു. ട്രേഡിംഗ് കൂടുന്തോറും അതിൻ്റെ ലിക്വിഡിറ്റി കൂടും. അത്രയധികം പേർ അഥവാ അത്രയധികം യൂണിറ്റുകൾ ഒരു ദിവസം വിൽപ്പനയും വാങ്ങുകയും നടക്കുന്നത് കൊണ്ട് അതിൻ്റെ ലിക്വിഡിറ്റി വളരെയധികം കൂടും. പിന്നെ ഒരു കാര്യം നോക്കേണ്ടത് എക്സ്പെൻസ് റേഷ്യോ. ഈ ഫണ്ട് കൊണ്ട് നടക്കുവാൻ ആ കമ്പനിക്ക് വരുന്ന ചെലവിൻ്റെ അനുപാതം അത് നോക്കണം. എക്സ്പെൻസ് റേഷ്യോ കൂടിക്കഴിഞ്ഞാൽ അത് നമ്മളാണ് വഹിക്കുന്നത്, നമ്മുടെ നിന്ന് ഈടാക്കും. ഏറ്റവും ഏറ്റവും അധികം നമുക്ക് അനുഭവപൂർവ്വം പരിഗണിക്കാവുന്ന ഒന്ന് 0.5% അതിൽ താഴെയോ എക്സ്പെൻസ് റേഷ്യോ ഉണ്ടെങ്കിൽ അത് വളരെ കാര്യക്ഷമമായിട്ട് നടത്തുന്ന ഒരു കമ്പനിയാണ്, നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ ചിലവും കുറവാണ് എന്ന് നമുക്ക് കാണാം.